Now we are going to discuss about data control language. Data control language is used to control privileges in database. It is used to perform any operation in the database such as for creating tables, sequences or views. A user needs privileges. So for that we are using this data control language, and there are mainly two types of privileges: system privilege and object privilege. A system privilege means it includes permissions for creating sessions, tables, etc., and all types of other system privileges are also included in this system. And in the case of object, it includes permissions for any command or query to perform any operation on the database tables. So, in the case of system privilege, it includes permissions for creating tables, sessions, etc., and also other types of system privileges. Okay, and in the case of object privilege, it is used for the permissions for any kind of commands or queries to perform any operation on the database tables. So if you want to restrict writing queries or commands, we can use object privilege, and to restrict for the creation of tables and sessions we can use system privileges. Not only that, in the case of system privilege, all type of other system privileges are also included in systems privileges. So there are mainly two types, and there are mainly two kinds of commands that are used in DCL: grant and revoke. In grant, we use it to provide any user access privileges or other privileges for the database. So granting these privileges using grant command, and we are taking back those privileges that we have already granted to a particular user using revoke command. ഓക്കെ, അതായത് ഒരു ഡാറ്റ കൺട്രോൾ ലാംഗ്വേജിൽ നമ്മൾ പ്രിവിലേജസിനെ കൺട്രോൾ ചെയ്യാണ് ഒരു ഡാറ്റാബേസിൽ. അതായത് നമുക്കിപ്പോൾ എല്ലാ യൂസേഴ്സിനും എല്ലാ ഡാറ്റ ആക്സസ് ചെയ്യുക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ടേബിൾസ് തോന്നുന്ന പോലെ ക്രിയേറ്റ് ചെയ്യുക, തോന്നുന്ന പോലെ ഡിലീറ്റ് ചെയ്യുക, സെഷൻസ് തോന്നുന്ന പോലെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അത്തരത്തിൽ പാടില്ല. അപ്പോൾ എല്ലാത്തിലും ഒരു റെസ്ട്രിക്ഷൻ നമ്മൾ കൊടുക്കുകയാണ്, ഒരു കൺട്രോള്. അതാണ് ഇതൊരു ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് പ്രിവിലേജസ്, ആക്സസിങ് പ്രിവിലേജസ്, ആർക്കൊക്കെ ആക്സസ് ചെയ്യാം, ആർക്കൊക്കെ വ്യൂ ചെയ്യാം, ആർക്കൊക്കെ ഡിലീറ്റ് ചെയ്യാം, ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ അത്തരത്തിലുള്ള ഗ്രാൻറ്റ് ചെയ്യാനുള്ള പെർമിഷൻസ് ഒരു ഡാറ്റ അഡ്മിനിസ്ട്രേറ്റർക്ക് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം അത് ഏതെങ്കിലും ഒരു യൂസറിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടേബിളിലാണ് നമുക്കിപ്പോൾ ചെയ്യേണ്ടത്. ഒരു പെർട്ടിക്കുലർ ടേബിൾ ആർക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, ആ ഒരു പെർട്ടിക്കുലർ ടേബിളിൽ എന്തൊക്കെ ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് ആർക്കൊക്കെ പറ്റും എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു പെർമിഷൻസ് ഗ്രാൻറ്റ് ചെയ്യാം, ഒരു പ്രിവിലേജസ് നമുക്ക് ഗ്രാൻറ്റ് ചെയ്യാം. അപ്പം ആ ഒരു പ്രിവിലേജസും കാര്യങ്ങളും ഗ്രാൻറ്റ് ചെയ്യുന്നതും റിവോക്ക് ചെയ്യുന്നതുമാണ് നമ്മൾ DCL മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പം എല്ലാ ടേബിൾസും എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, എല്ലാ ടേബിൾസിലും എല്ലാ ഓപ്പറേഷൻസും എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം ആ എല്ലാ കാര്യങ്ങളും, കാരണം അതൊക്കെ ഒരു ക്വറി ചെയ്തുകൊണ്ട് നമുക്കിപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒബ്ജക്റ്റിലാണ് വരുന്നത്. നേരെ മറിച്ച് ഒരു ക്രിയേഷൻ, ഒരു അല്ലെങ്കിൽ ഒരു ടേബിൾ ഡിലീറ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്, ഒരു സിസ്റ്റം പ്രിവിലേജിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് ടൈപ്പ് പ്രിവിലേജസ് ആണുള്ളത്: സിസ്റ്റം പ്രിവിലേജ്, അതുപോലെ തന്നെ ഒബ്ജക്റ്റ് പ്രിവിലേജ്. അപ്പോൾ എല്ലാ യൂസേഴ്സിനും ഇത്തരത്തിലൊരു പ്രിവിലേജ് ആവശ്യമാണ്. ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനാവട്ടെ, അല്ലെങ്കിൽ ഒരു സീക്വൻസ് ക്രിയേറ്റ് ചെയ്യാനാവട്ടെ, അല്ലെങ്കിൽ ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്യാനായിക്കോട്ടെ, അല്ലെങ്കിൽ അതിൽ ആക്സസ് എന്തെങ്കിലും രീതിയിലുള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനാവട്ടെ, ഏതൊരു യൂസറിനും ഒരു പ്രിവിലേജ് ആവശ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രിവിലേജസ് ആണ് ഏതൊക്കെ? സിസ്റ്റം പ്രിവിലേജും ഒബ്ജക്റ്റ് പ്രിവിലേജും. അപ്പം ഇങ്ങനെ പ്രിവിലേജസ് ആക്സസ് ചെയ്യാനുള്ള, ഗ്രാൻറ്റ് ചെയ്യാനുള്ളതാണ് യൂസ് ചെയ്യാനുള്ളതാണ് ഗ്രാൻറ്റ് കമാൻഡ്.
ഇനി നമ്മൾ ഓൾറെഡി ഒരു ആക്സസ് ചെയ്യാൻ നമ്മൾ പ്രിവിലേജ് കൊടുത്തു എന്നിരിക്കട്ടെ. സപ്പോസ് വി വോണ്ട് ടു ടേക്ക് ബാക്ക് ദാറ്റ് പെർമിഷൻ, വി വാണ്ട് ടു ക്യാൻസൽ ദാറ്റ്. ഫോർ ദാറ്റ് വി ക്യാൻ യൂസ് റിവോക്ക് കമാൻഡ്. അപ്പോൾ റിവോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഓൾറെഡി ഗ്രാൻറ്റ് ചെയ്ത് കൊടുത്തത് അത് നമ്മൾ തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് പിന്നീട് അവർക്കത് ആ ഒരു രീതിയിൽ ആ ഒരു പ്രിവിലേജ് അവർക്ക് ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള രണ്ട് കമാൻഡ്സാണ് ഗ്രാൻറ്റും റിവോക്കും. There are different examples for grant and revoke. First one, grant create table to user name. അതായത് നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള പെർമിഷൻ നമ്മളൊരു യൂസർ നെയിമിന് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ യൂസർ നെയിമിന് നമ്മളൊരു ക്രിയേറ്റ് ടേബിൾ എന്ന് പറയുന്നൊരു അതായത് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു പെർമിഷൻ നമ്മൾ ഗ്രാൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഗ്രാൻറ്റ് ക്രിയേറ്റ് ടേബിൾ ടു യൂസർ നെയിം. ഗ്രാൻറ്റ് ക്രിയേറ്റ് സെഷൻ ടു യൂസർ നെയിം. ഒരു സെഷൻ ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ നമുക്കൊരു ഗ്രാൻറ്റ് ക്രിയേറ്റ് സെഷൻ ടു യൂസർ നെയിം കൊടുക്കാം. അതുപോലെ നമ്മൾ ഏതെങ്കിലും പെർട്ടിക്കുലർ ഡാറ്റാബേസ് നെയിമിലെ എല്ലാ ടേബിൾസിനെയും നമുക്ക് ഏതെങ്കിലും പെർട്ടിക്കുലർ യൂസറിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പെർമിഷൻസും നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, ഓൾ പ്രിവിലേജസ്. അപ്പോൾ എങ്ങനെ കൊടുക്കാം? ഗ്രാൻറ്റ് ഓൾ പ്രിവിലേജസ് ആർക്ക്? ഓൺ ഡാറ്റാബേസ് അണ്ടർസ്കോർ നെയിം ഡോട്ട് സ്റ്റാർ. അതായത് ആ ഒരു ഡാറ്റാബേസിലുള്ള എല്ലാ ടേബിൾസും, അതാണ് ഡാറ്റാബേസ് നെയിം ഡോട്ട് സ്റ്റാർ. അതായത് സ്റ്റാർ എന്ന് പറയുമ്പോൾ നമ്മൾ ആസ്ട്രിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓൾ എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? നമ്മൾ സെലക്ട് ഓൾ എന്ന് പറയുന്ന പോലെ സെലക്ട് ഓൾ എന്ന് പറയുമ്പോൾ എല്ലാ ആട്രിബ്യൂട്ട്സിനെയും നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ആ ഒരു ഡാറ്റാബേസിലെ അണ്ടറിലുള്ള എത്ര ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ ആ എല്ലാ ടേബിളിലും നമ്മൾ എല്ലാ പ്രിവിലേജസും ഗ്രാൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ആർക്കാണ് ഗ്രാൻറ്റ് ചെയ്യുന്നത്? ഡാറ്റാബേസ് യൂസർ അറ്റ് ലോക്കൽ ഹോസ്റ്റ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ യൂസറിന് ഒരു പെർട്ടിക്കുലർ ഡാറ്റാബേസിലുള്ള എല്ലാ ടേബിൾസിനെയും ആക്സസ് ചെയ്യാനുള്ള എല്ലാ പ്രിവിലേജസും. ഓക്കെ, അവർക്ക് ക്രിയേറ്റ് ചെയ്യാം, അവർക്ക് ഡിലീറ്റ് ചെയ്യാം, അവർക്ക് ഏത് രീതിയിലുള്ള മോഡിഫിക്കേഷൻസ് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഗ്രാൻറ്റ് ഓൾ പ്രിവിലേജസ് ഓൺ ഡാറ്റാബേസ് നെയിം ഡോട്ട് സ്റ്റാർ ടു ഡാറ്റാബേസ് യൂസർ ലോക്കൽ ഹോസ്റ്റ്. ഓക്കെ, ഇനി ഗ്രാൻറ്റ് ഓൾ പ്രിവിലേജസ് ഓൺ സ്റ്റാർ ടു ഡാറ്റാബേസ് യൂസർ ഡോട്ട് ലോക്കൽ ഹോസ്റ്റ് ആണെങ്കിൽ എല്ലാ ഡാറ്റാബേസിലും എല്ലാ ടേബിൾസും, അതാണ് ഓൺ സ്റ്റാർ ഓൺ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാർ ഡോട്ട് സ്റ്റാർ അതായത് എല്ലാ ഡാറ്റാബേസിലും എല്ലാ ടേബിൾസും ടു ആ ഒരു പെർട്ടിക്കുലർ ഡാറ്റാബേസ് യൂസറിന്. അതുപോലെ ഗ്രാൻറ്റ് ഓൾ പ്രിവിലേജസ് ഓൺ ഡാറ്റാബേസ് നെയിം ഡോട്ട് ടേബിൾ നെയിം ടു ഡാറ്റാബേസ് യൂസർ. അതായത് ആ ഒരു പെർട്ടിക്കുലർ യൂസറിന് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡാറ്റാബേസിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടേബിളിലുള്ള എല്ലാ ഓപ്പറേഷൻസും ചെയ്യാനുള്ള പെർമിഷൻസ്. അപ്പോൾ അങ്ങനെ കൊടുക്കാം, ഗ്രാൻറ്റ് ഓൾ പ്രിവിലേജസ് ഓൺ ഡാറ്റാബേസ് നെയിം ഡോട്ട് ടേബിൾ നെയിം ടു യൂസർ. ഓക്കെ, ഇനി നമ്മൾ എല്ലാം കൊടുക്കുന്നില്ല, നേരെ മറിച്ച് സെലക്ട്, ഇൻസേർട്ട്, ഡിലീറ്റ് പെർമിഷൻസ് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്കത് മാത്രമായിട്ട് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. എങ്ങനെ? ഓൾ പ്രിവിലേജസ് എന്നതിന് പകരം ഗ്രാൻറ്റ് സെലക്ട്, ഇൻസേർട്ട്, ഡിലീറ്റ് ഓൺ ഡാറ്റാബേസ് നെയിം ഡോട്ട് സ്റ്റാർ ടു ഡാറ്റാബേസ് യൂസർ അറ്റ് ലോക്കൽ ഹോസ്റ്റ്. അതായത് ആ ഒരു ഡാറ്റാബേസിലെ എല്ലാ ടേബിൾസിലെയും സെലക്ട്, ഇൻസേർട്ട്, ഡിലീറ്റ് ഓപ്പറേഷൻസ് ചെയ്യാനുള്ള പെർമിഷൻസ് ഗ്രാൻറ്റ് ചെയ്യാണ്. ഓക്കെ, ഇനി നമ്മൾ ഓൾറെഡി ഗ്രാൻറ്റ് ചെയ്തു, യൂസർ നെയിമിന് ക്രിയേറ്റ് ടേബിൾ ഗ്രാൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സപ്പോസ് യു വോണ്ട് ടു ടേക്ക് ദാറ്റ് ബാക്ക്. ഫോർ ദാറ്റ് വാട്ട് വി ക്യാൻ ഡു? വി ക്യാൻ റൈറ്റ് റിവോക്ക് കമാൻഡ്. അപ്പോൾ എന്താ? റിവോക്ക് ക്രിയേറ്റ് ടേബിൾ ഫ്രം യൂസർ നെയിം. നേരത്തെ നമ്മൾ ടു യൂസർ നെയിമാണ് കൊടുത്തത്, കാരണം നമ്മൾ ഗ്രാൻറ്റ് ടു യൂസർ നെയിമാണ്. ഇപ്പോൾ റിവോക്ക് ഫ്രം യൂസർ നെയിമാണ്. ഓക്കെ, എന്താണ് നമ്മൾ റിവോക്ക് ചെയ്യുന്നത്? ക്രിയേറ്റ് ടേബിൾ. സോ ക്രിയേറ്റ് ടേബിൾ, റിവോക്ക് ക്രിയേറ്റ് ടേബിൾ ഫ്രം യൂസർ നെയിം. അതുപോലെ എല്ലാ പ്രിവിലേജസും നമ്മൾ റിവോക്ക് ചെയ്യാണ്. ഒരു പെർട്ടിക്കുലർ യൂസറിന് നമ്മൾ കൊടുത്തിട്ടുണ്ടായ എല്ലാ പ്രിവിലേജസും നമ്മൾ റിവോക്ക് ചെയ്യാണ്. അപ്പോൾ റിവോക്ക് ഓൾ പ്രിവിലേജസ് ഓൺ ഡാറ്റാബേസ് നെയിം ഡോട്ട് സ്റ്റാർ ഫ്രം യൂസർ. അപ്പോൾ ഫ്രം നമ്മൾ എന്താണ് കൊടുക്കുക? ഫ്രം ഏത് പെർട്ടിക്കുലർ യൂസറിനാണ് കൊടുത്തത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ യൂസർ. അപ്പോൾ റിവോക്ക് ഓൾ പ്രിവിലേജസ്
ഓൺ ഏതിലാണോ കൊടുത്തത്, ഏത് ടേബിളിലാണ് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും പെർട്ടിക്കുലർ ഡാറ്റാബേസ് ആണോ കൊടുത്തത്, അപ്പോൾ ആ ഒരു കൊടുക്കണം എന്നുള്ളത് സ്പെസിഫൈ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രിവിലേജസ് ഓൺ. അപ്പോൾ റിവോക്ക് ഓൾ പ്രിവിലേജസ് ഓൺ ഡാറ്റാബേസ് നെയിം ഡോട്ട് സ്റ്റാർ. അതായത് ഒരു പെർട്ടിക്കുലർ ഡാറ്റാബേസിലുള്ള എല്ലാ ടേബിൾസിനെയും, കാരണം എന്താ ഡാറ്റാബേസ് നെയിം ഡോട്ട് സ്റ്റാർ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഡാറ്റാബേസിലുള്ള എല്ലാ ടേബിൾസിനെയും. Okay, then next one, display user privileges. To find the privileges granted to a specific MySQL user account, use the ShowGrants statement. ShowGrants for database user at localhost. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ യൂസറിന് ഏതൊക്കെ ഗ്രാൻറ്റ്സ് നമുക്ക് കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെ പ്രിവിലേജസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് കാണണമെന്നിരിക്കട്ടെ. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഷോ ഗ്രാൻറ്റ്സ് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യാം. ഷോ ഗ്രാൻറ്റ്സ് ഫോർ ഡാറ്റാബേസ് യൂസർ. അപ്പോൾ അതാണ് ഒരു DCL കമാൻഡ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് DCL, ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ്. അതിൽ മെയിനായിട്ട് വരുന്ന 2 പ്രിവിലേജസ് ആണ്, സിസ്റ്റം പ്രിവിലേജ് അതുപോലെ തന്നെ കൺട്രോൾ ഒബ്ജക്റ്റ് പ്രിവിലേജ്. ഇനി അതിൽ വരുന്ന 2 കമാൻഡ്സ് ആണ്, ഗ്രാൻഡ് കമാൻഡ് അതുപോലെ തന്നെ റിവോക്ക്. ഗ്രാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പെർമിഷൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. റിവോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുള്ള പെർമിഷൻസ് തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഗ്രാൻഡ് ചെയ്യുക, അതുപോലെ തന്നെ നമുക്ക് റിവോക്ക് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഓൾറെഡി ഗ്രാൻഡ് ചെയ്തിട്ടുള്ള പെർമിഷൻസ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഷോ ഗ്രാൻഡ്സ് നമുക്ക് കമാൻഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, താങ്ക് യു.